നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചു. എല്ലാ ടീമുകളും ഓരോ കളി കളിച്ച് കഴിഞ്ഞല്ലോ. ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെ മുന്നോട്ട് എന്നുള്ള ഒരു പ്രിഡിക്ഷനൊക്കെ നമ്മൾ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതാണ്, ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ എന്താണ് സ്ഥിതിവിശേഷം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഗ്രൂപ്പ് എയിൽ എല്ലാ ടീമുകളുടെയും കളി കഴിയുമ്പോൾ 2 ടീമുകൾ 3 പോയിൻ്റോടെ നിൽക്കുന്നു, 2 ടീമുകൾക്ക് 0 പോയിൻ്റാണെന്ന് പറഞ്ഞാൽ മെക്സിക്കോ ആദ്യമായിട്ടുള്ള മെക്സിക്കോ ആദ്യ മത്സരം വിജയിച്ചുകൊണ്ട് തുടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് അവരുടെ ആ ഒരു വിജയം കണ്ടത്. 2-0 വിജയമായിരുന്നു ഉദ്ഘാടന മത്സരത്തിൽ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിൽ ആധിപത്യം പുലർത്തിക്കൊണ്ട് നിൽക്കുന്നത് അവർ തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിച്ച കാര്യവുമാണല്ലോ. അതുതന്നെ അവർ തുടരുന്നു. വരും മത്സരങ്ങളിൽ അവർ കൂടുതൽ മികവിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ ഈ ഗ്രൂപ്പിൽ സൗത്ത് കൊറിയയെ പേടിക്കണം. സൂപ്പർ ഡ്യൂപ്പർ പെർഫോമൻസാണ് തങ്ങളുടെ ആദ്യ മത്സരത്തിൽ അവർ ചെക്കിയക്കെതിരെ പുറത്തെടുത്തത്. ചെക്കിയയെ അവരങ്ങ് തീർത്തു. അതാണ് നമുക്ക് പറയാനുള്ളത്. ഒരു യൂറോപ്യൻ ടീം എന്നുള്ളതൊന്നും വകവെക്കാതെ അവരങ്ങ് നിറഞ്ഞാടി 2-1 വിജയമാണ് ചെക്കിയയ്ക്ക് മേലെ സൗത്ത് കൊറിയ നേടിയത്. ഏതായാലും മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഈ ഗ്രൂപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. വേൾഡ് കപ്പ് 2ാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ മികച്ച പ്രകടനങ്ങളുമായിട്ട് ആരൊക്കെ മുന്നോട്ട് എന്നുള്ള ചോദ്യം ബാക്കിയാണല്ലോ. സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിൽ അവർ ആദ്യ മത്സരം പരാജയപ്പെട്ടൊന്നും മാത്രമല്ലെന്നേ, അവർക്ക് ഈ വേൾഡ് കപ്പിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ്. സാധ്യത കുറവാണ് എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. ആദ്യ കളി എന്ന് പറഞ്ഞാൽ 3 റെഡ് കാർഡ് കണ്ടതാണ്. അത് 2 റെഡ് കാർഡും സൗത്ത് ആഫ്രിക്കക്കാർക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു താരത്തിന് 3 മത്സരങ്ങളുടെ വിലക്കിലേക്കൊക്കെ ഫിഫ പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്ക മുന്നോട്ട് പോകാൻ നന്നായിട്ട് ബുദ്ധിമുട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഗ്രൂപ്പ് ബിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഈ ഗ്രൂപ്പിൽ എല്ലാവരും സമന്മാരാണ്. എന്താ അങ്ങനെ എല്ലാവരും സമനില കൊണ്ട് ഓരോ പോയിൻ്റോടെ നിൽപ്പാണ്. സ്വിറ്റ്സർലൻഡിനെ ഖത്തർ പൂട്ടി. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗംഭീര പ്രകടനമാണ്. ഏതായാലും സമനില കൊണ്ട് അവർ സ്വിറ്റ്സർലൻഡിനെ പൂട്ടി. കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന മത്സരം തീർച്ചയായിട്ടും കാനഡയിൽ നിന്ന് ആരാധകർ മികച്ചൊരു പ്രകടനം പ്രതീക്ഷിച്ചതാണ് അതിഥേയരായിട്ടുള്ള കാനഡയെ. പക്ഷേ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന റിസൾട്ടിൽ 1-1 പൂട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. നല്ല ആധിപത്യം കാനഡ പുലർത്തിയ കളിയാണ്. പക്ഷേ സമനിലയായി 1-1 സമനില. ഈ ഗ്രൂപ്പ് ഇപ്പോൾ വൈഡ് ഓപ്പണാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു സ്ഥിതിവിശേഷം. 4 ടീമുകൾക്കും ഓരോ പോയിൻ്റുകൾ. ഗ്രൂപ്പ് സിയിലേക്ക് വരുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ഗ്രൂപ്പാണ്. ബ്രസീലുള്ള ഗ്രൂപ്പ്, മൊറോക്കോയുള്ള ഗ്രൂപ്പ്. ഒന്നാമത് പക്ഷേ സ്കോട്ട്ലൻഡാണ്. കാരണം എന്താ? കാരണം മറ്റൊന്നുമല്ലെന്നേ, ഈ കളി ആകെ ജയിച്ചത് ഈ ഗ്രൂപ്പിൽ സ്കോട്ട്ലൻഡ് മാത്രമാണ്. സ്കോട്ട്ലൻഡിന് 3 പോയിൻ്റ് അവർ ഹെയ്റ്റിയെ തകർത്തിരുന്നു. അതേസമയം മൊറോക്കോ ബ്രസീൽ മത്സരം കിടിലൻ പോരാട്ടം നമ്മൾ കണ്ട മത്സരം സമനിലയിൽ പിരിഞ്ഞു. 1-1 സമനില. അപ്പോൾ ഇനി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സ്കോട്ട്ലൻഡ് ഹെയ്റ്റി ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു. ആ ഹെയ്റ്റി ബ്രസീലിനെതിരെ എന്തു പോരാട്ടം നാളെ നടത്തും എന്നുള്ളതൊക്കെയാണ് ഇനി അറിയേണ്ടത്. മൊറോക്കോ സ്കോട്ട്ലൻഡിനെതിരെ വിജയിക്കാനുള്ള സർവ്വശ്രമവും നടത്തും. അപ്പോൾ ഇനി അങ്ങോട്ട് ഗോൾ മഴ പെയ്യാനുള്ള സാധ്യത ഗ്രൂപ്പ് സിയെ വ്യത്യസ്തമാക്കുന്നു. ഗ്രൂപ്പ് ഡിയിലേക്ക് വരുമ്പോൾ USA നല്ല ആധിപത്യമാണ്. പരാഗ്വയെ അവർ അടപടലം തീർത്ത് കളഞ്ഞു എന്ന് പറയണം. ഈ ഗ്രൂപ്പിൽ USA തന്നെയായിരിക്കും ആധിപത്യം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവർ പോച്ചറ്റിനോയുടെ കീഴിൽ മികച്ച ടീമുണ്ട്. അതേസമയം 3 പോയിൻ്റുള്ള മറ്റൊരു ടീം ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ തുർക്കിയെ അട്ടിമറിച്ചു എന്ന് പറയേണ്ടി വരും. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഓസ്ട്രേലിയക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഗെയിം പ്ലാൻ അനുസരിച്ച് അവർ കളിച്ചു, അവർ റിസൾട്ട് ഉണ്ടാക്കി. തുർക്കിയക്ക് കിട്ടിയിട്ടുള്ളത് വലിയ അടിയാണ്. അപ്പോൾ ഇനി തുർക്കിയക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? പരാഗ്വയ്ക്കെതിരെ നടക്കുന്ന അടുത്ത കളിയിൽ അവരുടെ ഭാഗധേയം നിർണ്ണയിക്കപ്പെടും. തീർച്ചയായിട്ടും അവർ മികച്ച പ്രകടനം നടത്തിയേ പറ്റൂ എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. സോ ആ ഗ്രൂപ്പ് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നു എന്ന് പറയാം. USAക്കും ഓസ്ട്രേലിയക്കും 3 വീതം പോയിൻ്റുകളുമായിട്ട് തലപ്പത്ത് നിൽക്കുന്നെങ്കിലും തുർക്കിയെ തിരിച്ചു വരാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ ഗ്രൂപ്പ് ടൈറ്റ് ആവും. ഗ്രൂപ്പ് ഇയിലേക്ക് വരുമ്പോൾ ജർമ്മനി കുറസാവോയെ മുക്കി. 7-1 7-up എന്നൊക്കെ വിളിച്ച് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ള ആ സ്കോർ ലൈന് വീണ്ടും കണ്ടത് ചില ഫാൻസിന് അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും ജർമ്മനിയുടെ മൂർച്ച കണ്ടൊരു കളിയാണ്. പിന്നെ കുറസാവോയാണ് എതിരാളികൾ എന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല. ഐവറി കോസ്റ്റ് ഇക്വഡോറിനെ അട്ടിമറിച്ചു. ഗെയിം ഓൺ. ഇക്വഡോർ മികച്ച ടീമുണ്ട്.
അതുകൊണ്ട് വരും മത്സരങ്ങളിൽ അവർ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ കുറസാവോക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും നല്ല കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എന്തായാലും ജർമ്മനി 3 പോയിൻറ്റ്, ഐവറി കോസ്റ്റ് 3 പോയിൻറ്റ്, 1-2 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. ഈക്വഡോറിനും കുറസാവോക്കും പോയിന്റുകളിൽ. പക്ഷേ ഈക്വഡോർ ഫൈറ്റ് ബാക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് വളരെ മികച്ച ഒന്നായിട്ട് മാറും. ഗ്രൂപ്പ് എഫിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും സ്വീഡന് ടുണീഷ്യയ്ക്ക് മേൽ നിറഞ്ഞടി. യാസിൻ അയാരിയുടെ ഇരട്ട ഗോളുകളും പിന്നെ ഗ്യോക്കറസിൻ്റെയും അലക്സാണ്ടർ ഐസക്കിൻ്റെയൊക്കെ ഗോളുകളായിട്ട് അവർ തകർപ്പൻ പ്രകടനം നടത്തി അവർ തന്നെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ജപ്പാനും നെതർലൻഡ്സും തമ്മിലുള്ള പോരാട്ടം നല്ല പോരാട്ടമായിരുന്നു, കൊണ്ടും കൊടുത്തുമുള്ള പോരാട്ടം. ഏതായാലും ഒടുവിൽ ജപ്പാൻ നെതർലൻഡ്സിനെ വരച്ച വരയിൽ നിർത്തിക്കളഞ്ഞു. 2 ടീമിനും ഓരോ പോയിന്റ്. അപ്പോൾ ഈ 3 ടീമുകളും കൂടി ടുണീഷ്യക്കിട്ട് പണി കൊടുക്കാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് ഗ്രൂപ്പിൽ ഈ 3 പേരിൽ ആരൊക്കെ കയറും അതിൻ്റെ ഒരു പോരാട്ടം നടക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ സ്വീഡൻ 1-ാമത്, ജപ്പാനും നെതർലൻഡ്സിനും ഓരോ പോയിന്റുകൾ. ഗ്രൂപ്പ് ജിയിലേക്ക് വരുമ്പോൾ എല്ലാ ടീമുകളും സമനില പിടിച്ച ഒരു മത്സരമാണ്. ബെൽജിയം ഈജിപ്ത് മത്സരം സമനില. 2 ടീമിലും സൂപ്പർ താരങ്ങളുണ്ടായിരുന്നു. എങ്കിലും ബെൽജിയത്തിന് തന്നെയായിരുന്നു കൂടുതൽ സാധ്യത. അവർക്കത് മുതലെടുക്കാൻ പറ്റിയില്ല. ന്യൂസിലാൻഡാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയത്. ഇറാനെ അവർ 1-1 ഇറാനെ അവർ 2-2 സമനിലയിൽ കുരുക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറാന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ വേൾഡ് കപ്പിൽ അനുഭവിക്കേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ സൂപ്പർ താരം മെഹദി തെരേമിയൊക്കെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യേണ്ടി വരുന്നു, റിക്കവറിക്ക് വേണ്ട ഒത്തിരി സമയം കിട്ടുന്നില്ല. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും ഒപ്രസ്ഡ് ആയ ടീം ഞങ്ങളാണെന്നൊക്കെ അവർ പറയുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ അവർക്ക് ഇനി മുന്നോട്ട് പോകുന്നത് അത്ര സാധ്യമായ കാര്യമാണോ എന്നുള്ളതാണ്. ന്യൂസിലാൻഡ് ഞെട്ടിക്കുമോ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. ബെൽജിയവും ഈജിപ്തും വരും മത്സരങ്ങളിൽ കാര്യങ്ങൾ കൺട്രോളിലാക്കി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. ഗ്രൂപ്പ് എച്ചിലേക്ക് വരുമ്പോൾ വീണ്ടും എല്ലാവരും സമന്മാരായിട്ടുള്ളൊരു ഗ്രൂപ്പ്, സമനില കണ്ടൊരു ഗ്രൂപ്പ്. നോക്കണം നിങ്ങൾ, സ്പെയിനിനെ കേപ്പ് വെറുതെ സമനിലയിൽ തളച്ചുകൊണ്ട് തുടങ്ങിയതാണ് ഈ ഗ്രൂപ്പിലെ പോരാട്ടം. എന്തൊരു പ്രകടനമാണ് വൊസീഞ്ഞൊക്കെ നടത്തിയത്. സ്പെയിനിനെ പൂട്ടിക്കളഞ്ഞു. അതേസമയം സൗദി അറേബ്യ ഉറുഗ്വായെ പൂട്ടി. അപ്പോൾ എല്ലാവർക്കും ഓരോ പോയിന്റുകളാണ്. ഇവിടെ ഇനി എന്തും സംഭവിക്കാം, ഗെയിം ഓൺ എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ പറയുന്നു സ്പെയിന് തന്നെയാണ് ഈ ഗ്രൂപ്പിൽ ഫേവററ്റുകളായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ള ടീം. പിന്നെ ഉറുഗ്വായി തൊട്ട് പിന്നാലെയും ഉണ്ടാകും. ബാക്കി 2 ടീമുകളും ഇനി എത്ര പോരാട്ട വീര്യം വരും മത്സരങ്ങളിൽ കാണിക്കും, ഇപ്പോൾ കാണിച്ച് പോരാട്ട വീര്യം നിലനിർത്താൻ പറ്റുമോ, അതൊക്കെ അനുസരിച്ചിരിക്കും ഗ്രൂപ്പിൻ്റെ ഭാവി. ഗ്രൂപ്പ് ഐയിലേക്ക് വരുമ്പോൾ നോർവേയും ഫ്രാൻസും ഗംഭീരമായിട്ടുള്ള വിജയങ്ങൾ നേടി. ഫ്രാൻസ് ആദ്യ പകുതിയിലൊന്നും മങ്ങിപ്പോയെങ്കിലും 2-ാം പകുതിയിൽ സെനഗലിനെതിരെ ആധിപത്യം കാണിച്ചു. സെനഗൽ ടീമുണ്ടെന്നേ, അടുത്ത കളിയിൽ അവരെങ്ങനെ പ്രകടനം നടത്തുന്നതിനനുസരിച്ച് ഗ്രൂപ്പ് എത്രത്തോളം സജീവമാവും നോക്കാം. നോർവേ 3 പോയിൻറ്റോടെ 1-ാമത്, ഫ്രാൻസ് 3 പോയിൻറ്റോടെ 2-ാമത്. സെനഗലിനും ഇറാഖിനും പോയിന്റുകളില്ല. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോർവേ തീർച്ചയായിട്ടും ഏർലിംഗ് ഹാലൻഡിൻ്റെ ടീമാണ്. അപ്പോൾ ഫ്രാൻസും നോർവേയും തമ്മിലുള്ള കളി ഗ്രൂപ്പ് ജേതാക്കളെ തീരുമാനിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒന്നായിരിക്കുമെന്ന് വേണം കരുതാൻ. ഏതായാലും സെനഗൽ ഫൈറ്റ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. ഗ്രൂപ്പ് ജയിൽ ഒരു സംശയം വേണ്ട, അർജൻറ്റീന തന്നെയാണ് അപ്രമാദിത്യം കാണിക്കുന്നത്. അൾജീരിയയെ തകർത്ത് തരിപ്പണമാക്കിയ അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് 3 ഗോളുകൾ ഹാട്രിക്കുമായിട്ട് ലയണൽ മെസ്സി നെഞ്ചുവിരിച്ച് മുമ്പ് നിൽക്കുമ്പോൾ ഈ ഗ്രൂപ്പിൽ മറ്റാരെങ്കിലും 1-ാം സ്ഥാനം പിടിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാ? പക്ഷേ ഓസ്ട്രിയ ജോർഡനെ തോൽപ്പിച്ചു. അവർക്ക് 3 പോയിന്റ്, അർജൻറ്റീനയ്ക്ക് 3 പോയിന്റ്. അർജൻറ്റീന 1-ാമത്, ഓസ്ട്രിയ 2-ാമത്. ജോർഡനും അൾജീരിയയും പോയിന്റുകളില്ലാതെ നിൽക്കുന്നു. അൾജീരിയ ഒരു പക്ഷേ ജോർദനെയൊക്കെ വീഴ്ത്തിയേക്കും. അൾജീരിയ വേഴ്സസ് ഓസ്ട്രിയ പോരാട്ടവും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ അർജൻറ്റീന അനായാസം മറ്റുള്ളവരെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ ഗ്രൂപ്പിൻ്റെ ഒരു സ്ഥിതിവിശേഷം. ഗ്രൂപ്പ് കെയിലേക്ക് വരുമ്പോൾ കൊളംബിയ ആദ്യ കളി ഉസ്ബെക്കിസ്ഥാനെ തകർത്ത്. അപ്പോൾ കൊളംബിയ കരുത്തോടുകൂടി 1-ാമത്. പക്ഷെ പോർച്ചുഗൽ കോങ്കോക്കെതിരെ 1-1 സമനില. പോർച്ചുഗലിലെ കളി ആരാധകരെ ആശങ്കയിലാക്കിയ ഒന്നാണ്. കളി സമനിലയായി എന്നുള്ളതല്ല, ടീം കളിച്ച രീതിയാണ്, ടീമിൻ്റെ അപ്രോച്ചൊക്കെയാണ് ആരാധകർക്ക് ആശങ്കയുണ്ടാക്കുന്ന വിധത്തിലേക്ക് മാറിയിട്ടുള്ളത്. പക്ഷെ വരും മത്സരങ്ങളിൽ പോർച്ചുഗൽ തിരികെ വരുമെന്ന് തന്നെ കരുതാം. കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ മത്സരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുകയും ചെയ്യും. സോ ഈ കോങ്കോയുടെ ഈ ഒരു പോരാട്ട വീര്യമുണ്ടല്ലോ, അത് ഈ ഗ്രൂപ്പിനെ അപ്രതീക്ഷിതമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അടുത്ത ഗ്രൂപ്പ് എല്ലാണ്. ഇംഗ്ലണ്ട്, ഗാന, പനാമ, ക്രൊയേഷ്യ ടീമുകളുടെ ഗ്രൂപ്പ്. ഗാന പനാമയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു. പക്ഷേ ക്രൊയേഷ്യ ഇംഗ്ലണ്ട് മത്സരം സൂപ്പർ പോരാട്ടമായിരുന്നു. 3 പോയിന്റോടെ ഇംഗ്ലണ്ട് 1-ാമതും ഗാന 3 പോയിന്റോടെ 2-ാമതും നിൽക്കുന്നെങ്കിലും ക്രൊയേഷ്യ ഫൈറ്റ് ബാക്ക് ചെയ്യും. അപ്പോൾ ഗാന എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരും. പനാമയ്ക്കെതിരെ എല്ലാവരും നല്ല വിജയം നേടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 3 ടീമുകൾ തമ്മിലുള്ള പോരാട്ടമായിട്ട് ഈ ഗ്രൂപ്പ് മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രൂപത്തിലേക്ക്
സ്ക്വാഡ്. ഈ ഒരു ഗ്രൂപ്പ് ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ വേൾഡ് കപ്പ് മാറിയിട്ടുണ്ട്. വരും റൗണ്ടുകളിൽ ചിത്രം കൂടുതൽ വ്യക്തമാകും എന്ന് കരുതാം. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അടുത്ത റൗണ്ട് മത്സരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയായി. ഫിഫ വേൾഡ് കപ്പിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഗോളടിയുടെ കാര്യത്തിൽ മുന്നിലുള്ളത് സാക്ഷാൽ ലിയോ മെസ്സിയാണ്. അതാണ് അതിൽ ഇൻട്രസ്റ്റിങ്. സൂപ്പർ താരങ്ങൾ ഗോളടിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന കിലിയൻ എംബാപ്പയും ഏർലിംഗ് ഹാലൻഡും ഹാരി കെയ്നും ഒക്കെ നിരാശപ്പെടുത്താതെ 2 വീതം ഗോളുകൾ നേടിയിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് 3 ഗോൾ, നിങ്ങൾ 2 അടങ്ങി ഞാൻ 3 എന്ന രൂപത്തിൽ മെസ്സി മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഗോൾഡൻ ബൂട്ടിനുള്ള പോരാട്ടവും അവിടെ ഓണായിട്ടുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. മെസ്സി 3 ഗോളുകളുമായിട്ട് ഒന്നാമത് നിൽക്കുമ്പോൾ ഏർലിംഗ് ഹാലൻഡും എലിജ ജസ്റ്റും ഫ്ലോറിൻ ബലാഗനും ഹാരി കെയ്നും കായ് ഹവേർട്സും കിലിയൻ എംബാപ്പയും യാസിൻ അയാരിയും ഒക്കെ 2 ഗോളുകളുമായിട്ട് പിന്നാലെ നിൽക്കുന്നു. സോ മികച്ച പോരാട്ടത്തിനുള്ള വഴി ഒരുങ്ങുകയാണ്. ഗോൾഡൻ ബൂട്ട് പോരാട്ടവും സജീവമാകും. ഏതായാലും ഇന്നത്തെ മത്സരങ്ങൾ രാത്രി 12:30 സ്വിറ്റ്സർലൻഡും ബോസ്നിയ ഹെർസഗോവിനയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഗ്രൂപ്പ് ബിയിൽ കാര്യങ്ങൾ അതോടുകൂടി ഒരു വ്യക്തതയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാത്രി 9:30 ചെക്കിയ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക പോരാട്ടം. ഗ്രൂപ്പ് എയുടെ കാര്യത്തിലൊരു വ്യക്തത വരും. ഗ്രൂപ്പ് ബിയിൽ തന്നെ അടുത്ത കളി കാനഡ വേഴ്സസ് ഖത്തർ ഉണ്ട്. ഖത്തറിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി എന്ത് ചെറുത്തുനിൽപ്പ് അവർ നടത്തും? കാനഡയ്ക്ക് പണി കൊടുക്കുമെന്നുള്ളതാണ് ചോദ്യം. അതോടൊപ്പം തന്നെ നാളെ രാവിലെ 6:30 മെക്സിക്കോ സൗത്ത് കൊറിയ മത്സരമുണ്ട്. സോ ഗ്രൂപ്പ് എയും ബിയും ഏതാണ്ട് ചിത്രം വ്യക്തമാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ്